ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل والصحابة ومن اقتفى. ما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിൽ നിന്ന് തിരിച്ചു വന്നു. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. നേരത്തെ അവർക്ക് ഭയപ്പാടുണ്ടായിരുന്ന അബൂ ത്വാലിബ് വഫാത്തായതോടെ ഇനി ആരെയും പേടിക്കാനില്ല എന്ന ഒരു ധൈര്യം. അതിനുശേഷമാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണെങ്കിലും ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത് നിസ്കരിക്കുന്ന സമയത്ത് പെരടിയിൽ ചവിട്ടി എന്ന് പറഞ്ഞതും, മറ്റൊരിക്കൽ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലണിയിച്ചു എന്നതും, അതുപോലെ തന്നെ അബൂ ജഹൽ ചവിട്ടാൻ വന്നതും, കൂട്ടം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർദ്ദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ തള്ളി മാറ്റി രക്ഷപ്പെടുത്തിയതും, മറ്റൊരിക്കൽ ഒരു വിഡ്ഢിയായ മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലേക്ക് മണ്ണ് വാരിയിട്ടതും തുടങ്ങിയതൊക്കെ അബൂ ത്വാലിബിൻ്റെ മരണശേഷമാണ്. എന്നാൽ ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രതിബന്ധമായി തങ്ങൾ കാണാതെ അതൊക്കെ ഒരർത്ഥത്തിൽ സ്വീകരണങ്ങളും പൂമാലകളുമായി കണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന ഈ ത്യാഗങ്ങൾക്കും ഈ കഷ്ടപ്പാടുകൾക്കുമൊക്കെ അള്ളാഹു മതിയായ പ്രതിഫലം തരും എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നജ്റാനിൽ നിന്ന് അതല്ലെങ്കിൽ ഹബിഷയിൽ നിന്നും 20 അംഗ സംഘം നസ്രാനി പുരോഹിതന്മാർ മക്കയിൽ വരികയുണ്ടായി. അവർക്ക് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചറിയാനുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. തൃപ്തികരമായ മറുപടി കൊടുത്തതിന് ശേഷം ഇസ്ലാമിനെക്കുറിച്ചും തൻ്റെ ദൗത്യത്തെക്കുറിച്ചും അവരോട് പറഞ്ഞു കൊടുക്കുകയും ഖുർആൻ ഓതി കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ഇദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറാ അയ്യുനഹും തഫീദു മിനദ്ദമ്മി എന്ന് തുടങ്ങുന്ന ആയത്തിൽ പരാമർശിക്കപ്പെട്ട ഈ 20 അംഗ സംഘം അപ്പോൾ തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഇത് കണ്ട മുശ്രിക്കുകൾ, അബൂജഹൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെ കണ്ട് സമീപിച്ച് അവരെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾ എന്തുമാത്രം വിഡ്ഢികളാണ്! ഒരു ജനത, ഒരു നാട്ടുകാർ ചില കാര്യങ്ങൾ കണ്ട് സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ അയച്ചിട്ട് അത് സംസാരിച്ചു പോവുകയല്ലോ. നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മുതൽ ആചരിച്ച് വിശ്വസിച്ച് പോകുന്ന ഒരു പ്രസ്ഥാനം കൈവെടിഞ്ഞ് ഒറ്റ മജ്‌ലിസിലിരുന്ന് അന്ന് 2 വർത്താനം പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ മതവും ആശയവും ഒക്കെ വിട്ട് ഇദ്ദേഹത്തിൻ്റെ വഴിയിൽ പിന്തുടർന്നല്ലോ. നിങ്ങളെക്കാളും വിഡ്ഢികളും ബുദ്ധിയില്ലാത്തവരുമായിട്ട് ലോകത്താരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ ആക്ഷേപിച്ചപ്പോൾ അവർ പറഞ്ഞു, അസ്സലാമു അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. നിങ്ങൾ വിവരമില്ലാത്തവരെന്തെങ്കിലും പറയുന്നതിന് അങ്ങനെ പ്രതികരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഇഞ്ചിയിലും തൗറാത്തും പഠിച്ച് അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കിയവരാ. ആ സത്യം ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളത് അംഗീകരിച്ചത് അത് ഞങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾക്കത് അറിയില്ല, കാരണം നിങ്ങൾ ജാഹിലുകളാണ്. അതുകൊണ്ട് സലാമുൻ അലൈക്കും,
നമ്മൾ തമ്മിൽ വർത്താനില്ല, നിങ്ങൾ നിങ്ങളെ നാട്ടിന് പോയിക്കോളി, ഞങ്ങളെ മാർഗത്തിൽ. ലാനബത്തവൽ ജാഹിദീൻ, നിങ്ങൾ ജഹാലത്ത് പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ നിങ്ങളോട് അങ്ങനെ വിവരക്കേട് പറയാനോ പ്രവർത്തിക്കാനോ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഇത് വീണ്ടും ഖുറൈശികളെ ഭയത്തിലാക്കി. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു വരുന്നത് അവരുടെ കാലിനടിയിലെ മണൽത്തരികൾ നീങ്ങിപ്പോകുന്നതായി അവർക്ക് മനസ്സിലായി. അങ്ങനെ പാവപ്പെട്ട മുഅ്മിനുകളെ കഠിനമായി മർദ്ദിക്കലും തക്കം കിട്ടുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കലും അവർ നിത്യസംഭവമാണ്. മാത്രമല്ല, വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചാൽ ചുറ്റുഭാഗത്തുമുണ്ടായിരുന്ന 3-4 പരക്കാരുടെ ഒക്കെ ഖുറൈശികളാണ്. അവര് മാലിന്യങ്ങൾ വലിച്ച് ഈ ഭക്ഷണപാത്രത്തിലേക്ക് എറിഞ്ഞ് ശല്യം ചെയ്യാം. അതിലേറെ വീട്ടിനകത്ത് ഇബാദത്തിനായി ഒരു റൂമുണ്ടായിരുന്നു ഖദീജ ബീവിയുടെ വീട്ടിൽ. അതിന് മേൽപ്പരയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ കയറി ഖുർആൻ ഓതി നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഈ ശബ്ദം കേട്ടാൽ ഇവര് നജസായ പല മാലിന്യങ്ങളും വലിച്ചെറിയുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിന് പ്രയാസം നേരിടുകയും ചെയ്തു. അങ്ങനെ ആ റൂമിന്, എന്നിട്ടും അവരോട് അതിനെതിരെ പ്രതികരിക്കാനൊന്നും പോയില്ല, ആ റൂമിന് മേൽപ്പര ഉണ്ടാക്കി ഇവർ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അകത്തേക്ക് വീഴാതിരിക്കാനുള്ള മാർഗമുണ്ടാക്കി. ദിവസവും രാവിലെ മുറ്റത്ത് പുറത്തിറങ്ങി നോക്കിയാൽ ഒരുപാട് മാലിന്യങ്ങൾ ഇവർ വലിച്ചെറിഞ്ഞതുണ്ടാവും. ആകെ നബി തങ്ങൾ അതിന് പ്രതികരിച്ചത്, അയ്യോ ജിവാരുൻ ഹാദാ യാ ബനി അബ്ദു മനാഫ്. ഈ ഖുറൈശികളിൽപ്പെട്ട അബ്ദു മനാഫിന്റെ കുടുംബങ്ങളെ നമ്മളൊക്കെ അടുത്ത ബന്ധുക്കളാണല്ലോ, എന്തൊരു അയൽവക്ക ബന്ധാണ് നിങ്ങൾ ഈ പാലിക്കുന്നത് എന്ന് പറഞ്ഞതിൽ ഉപരി ഒന്നും പറയാതെ അതൊക്കെ എടുത്ത് വൃത്തിയാക്കും. അങ്ങനെ ക്ഷമിച്ച് നിന്നുകൊണ്ട് ദഅവത്ത് നടത്തുമ്പോൾ വീട് കാലിയാണല്ലോ. ഇതുവരെ ഉണ്ടായിരുന്ന സ്വസ്ഥത വീട്ടിലില്ല. കാരണം വീട്ടിൽ കുട്ടികളും വിവാഹപ്രായം എത്തി നിൽക്കുന്ന മക്കളും ഉൾപ്പെടെ ഇവരെ നോക്കി നടത്താൻ ഉത്തരവാദപ്പെട്ട ഒരാളില്ല. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല പോയതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരിക്കും അനാഥത്വം അനുഭവപ്പെട്ടു. വീട്ടിൻ്റെ കാര്യത്തിൽ വ്യാകുലത അനുഭവപ്പെട്ടു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പത്നിയായ ഖൗല ബിൻത് ഹക്കീം. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു നേരത്തെ നമ്മൾ പറഞ്ഞു മുലകുടി ബന്ധത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരനാണ്. അവരുടെ പത്നിയാവുന്ന ഖൗല ബിൻത് ഹക്കീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, അവരന്നെ ഇസ്ലാം സ്വീകരിച്ചവരാ, നമുക്ക് ഈ നിലക്ക് പോയാൽ പറ്റില്ലല്ലോ, വീട്ടിലെ കാര്യം നടക്കണ്ടേ, ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണ്ടേ. ഇവിടെ അവൾ ചിന്തിക്കണം, തൻ്റെ 25-ാമത്തെ വയസ്സിൽ വിവാഹിതനായിട്ട് 50-ാമത്തെ വയസ്സിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ തൻ്റെ 65-ാമത്തെ വയസ്സിൽ വഫാത്താവുന്നത് വരെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്ന് മാത്രമല്ല, തൻ്റെ വഫാത്ത് വരെയും എപ്പോഴും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ പുകഴ്ത്തി പറയുകയും അവരെ സ്തുതിക്കുകയും അവർ ചെയ്ത സേവനങ്ങളും അവരുടെ മഹത്വങ്ങളും എടുത്തു പറയുകയും ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ട് സഹിച്ചാതെ ഏതൊരാൾക്കും ഉണ്ടാവും. നമ്മൾ ഒരു ഭാര്യ വഫാത്തായി രണ്ടാമത്തെ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചാൽ ആദ്യത്തെ ഭാര്യയെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ഈ രണ്ടാമത്തെ ഭാര്യക്ക് അതിലൊരു പൊറുതിയോടുണ്ടാവും. ചില ആളുകളുണ്ടാവും, പള്ളിക്കൽ മുമ്പുണ്ടായിരുന്ന ഒരു ഖത്തീബ് അല്ലെങ്കിൽ ഒരു ഇമാമ്, അയാൾ കുറെ കാലം കഴിഞ്ഞോ സംഗതി വശാൽ പോയി, പുതിയൊരു ഇമാമ് വന്നു. എന്നിട്ട് അയാളോട് പോയില്ല, ഞങ്ങൾ പഴയ ഖത്തീബ് ഇങ്ങനെ ഇനി, മൂപ്പരങ്ങനെ ഇനി, ഇയാൾ ഇങ്ങനെ ഇനി, ഇയാളും അത് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ഖത്തീബിനെ പൊറുതിയോടുണ്ടാക്കും. അതതിൻ്റെ സ്വഭാവമാണ്. എന്നതുപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഉൾപ്പെടെയുള്ള പത്നിമാരോടൊക്കെ സംസാരിക്കുമ്പോഴും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ഗുണഗണങ്ങൾ, അവർ ചെയ്ത സേവനങ്ങൾ, അവരുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കൽ ദേഷ്യം പിടിച്ചിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ, എന്തൊരു പറച്ചിലായത്, കേട്ടാ തോന്നും ലോകത്ത് വേറെ പെണ്ണില്ല. എന്ത് പെണ്ണ്, അതിനെക്കാട്ടിലൊക്കെ ഹൈറായ എത്ര പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തആല തന്നു.
പല്ല് പോയി ചുവന്ന തൊണ്ണുള്ള ഒരു കിഴവിയായ പെണ്ണിനെ പറ്റിയിട്ട് മദ്ഹ് പറയുന്നു. ഖദീജ ബീവിയോട് എതിരുണ്ടായിട്ടല്ല, പുതിയ പത്നി പഴയ പത്നിയെ പറ്റിയിട്ട് അമിതമായി പ്രശംസിച്ച് പറയുന്നത് കേൾക്കുമ്പോഴുള്ള അസ്വസ്ഥത കൊണ്ട് പറഞ്ഞതാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വികാരഭരിതനായി. വല്ലാഹി മാ അബ്ദലനില്ലാഹി അല്ലാഹു ഖൈറൻ മിൻഹാ, അല്ലാഹ് സത്യം, നിങ്ങൾ വെറുതെ വിചാരിക്കണ്ട, ഖദീജക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ ലോകത്ത് വേറെ ഇല്ല, അങ്ങനെ ഒരാളെ പകരം എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത ഇസ്ലാമിന് ചെയ്ത സേവനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ ചെയ്തു കൊടുത്ത സഹായങ്ങളും സഹകരണങ്ങളും അതിലൊക്കെ ഉപരി തനിക്ക് 6 മക്കളെ പെറ്റുപോറ്റിയിട്ട് ഒരു വാക്കാലോ പ്രവർത്തിയാലോ 25 കൊല്ല ചരിത്രം കൃത്യമായി കിട്ടും. അതിനിടയിൽ എന്തെങ്കിലും ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് എതിരായിട്ടോ പ്രതിഷേധമായിട്ടോ ഒരു വാക്ക് പറഞ്ഞത് ഖദീജ റളിയല്ലാഹു തആല അൻഹുവിന് 25 കൊല്ലത്തെ ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ അങ്ങോട്ടും അങ്ങനെ തന്നെ പ്രതികരിച്ചത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു കാര്യത്തിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയോജിച്ചിട്ടുമില്ല. പൊതുവെ അറബികൾക്ക് സ്വഭാവമുണ്ട്, അവരവരുടെ ബന്ധുക്കളിലേക്കാണ് മക്കളെ കല്യാണം കഴിക്കുക. ആ നിലക്ക് തൻ്റെ പിതൃപുത്രന്മാർ തന്നെ യോഗ്യരായ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. തൻ്റെ മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ കല്യാണപ്രായമെത്തിയപ്പോൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. എൻ്റെ സഹോദരി, അവരുടെ മകൻ അബുൽ ആസ് ഉണ്ടല്ലോ, എന്തുകൊണ്ടും നമ്മൾക്ക് കുടുംബത്തിന് യോജിക്കുന്ന ആളാണ്, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്, സൈനബിനെ അവരോട് കെട്ടിച്ചാലോ എന്ന്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അഭിലാഷം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ ആസിനോട് കല്യാണം കഴിച്ചത് ഖദീജ ബീവിയുടെ ആഗ്രഹപ്രകാരമാണ്. അവരുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഒരു താല്പര്യത്തിന് എതിര് നിന്നതായോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തെങ്കിലും ഒരു താല്പര്യത്തിന് എതിരോ അല്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥമുണ്ടാക്കുന്നതായ വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല അവർക്ക് അതേ നിലക്കുള്ള പ്രതിഫലവും തന്നെ കൊടുത്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ വിളിച്ചിട്ട് പറയാം, മക്കളെ നിങ്ങൾ ബേജാറാണ്ട, ഉമ്മാന്റെ അവസ്ഥ എന്താണെന്ന് ഫാത്തിമ ബീവി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനാലഹു ഖസ്റൻ ബിൽ ഖസബിൽ അജ്വഫ്, ഒറ്റമുത്തിനാലുള്ള ഒരു വലിയ ബംഗ്ലാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർമ്മിച്ചു. ലാ നസബ ഫീഹാ വലാ തഅബ വലാ സഖബ, അവിടെ ശബ്ദകോലാഹലങ്ങളില്ല, പ്രയാസങ്ങളില്ല, ശാന്തസുന്ദരമായ സ്വർഗം. അത് പറയാൻ കാരണം ഈ 10 മക്കളെ, 2 പോറ്റുമക്കളും 8 മക്കളും ഉൾപ്പെടുന്ന 10 മക്കളെ പോറ്റുന്നു, കച്ചവടത്തിന് സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അസ്വസ്ഥത, ഒരു ശബ്ദകോലാഹലം, കുട്ടികളുടെ ഒരു ശല്യം പോലും ഈ 25 കൊല്ലത്തിൻ്റെ ഇടയിൽ നബി തങ്ങളെ അനുഭവപ്പെടാതെ ആ ഗ്രഹാന്തരീക്ഷം ആ നിലക്ക് ഭംഗിയായി കൊണ്ടുപോയ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വേർപാട് സ്വാഭാവികമായും എല്ലാം നോക്കി നടത്തിയിരുന്ന ഒരു കുടുംബിനി തന്നിൽ നിന്നിട്ടാണ് പോകുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും. അപ്പം അതിനൊരു പരിഹാരമാണല്ലോ. അങ്ങനെയാണ്. അങ്ങനെ ഹൗല വന്നിട്ട് ചോദിച്ചു, നബിയെ ഒരു കല്യാണം നടത്തണ്ടേ? വേണം, കാരണം വീട്ടിലെ കാര്യം നോക്കാൻ ഒരാൾ വേണമല്ലോ. നബി തങ്ങൾ ദഅവത്തുമായിട്ട് ഇങ്ങനെ നടക്കല്ലേ, ആ മക്കളാരും ഇല്ലാണു. നമ്മളൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളോട് ഒരു പെണ്ണെട്ടിക്കാൻ നിൽക്കുക, ആൺകുട്ടികളില്ലാണു. അപ്പോ വിധവണ്ട്, കന്യകണ്ട്, ആരെ വേണ്ടത് വെച്ച്, ഏതാണ് വിധവ, ഏതാണ് കന്യക? കന്യകയായ പെണ്ണ് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും മഹബത്തുള്ള അടുത്ത കൂട്ടുകാരനായ അബൂബക്കറിന്റെ മകള് ആയിഷ ഉണ്ടല്ലോ, കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ടും ചേർച്ചുണ്ട്. വിധവയാരാണെന്ന് വെച്ചാൽ വിധവ സമ്അത്തിന്റെ മകൾ സൗദ. ആദ്യകാലത്ത് ഇസ്ലാം മതം വിശ്വസിച്ച് വരപ്പെട്ടവരാണ് അവരും അവരുടെ ഭർത്താവാവുന്ന സക്രാൻ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു.
സുഹൈൽ ബിൻ അംർ എന്ന് പറയുന്ന പ്രമുഖ നേതാവ് ഉണ്ടായിരുന്നു. ബൈഅത്ത് റിദ്വാനിന്റെ മുമ്പ് ഖുറൈശികളുമായുണ്ടായ കരാറിൽ ഒപ്പിട്ട പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് സക്രാൻ ബിൻ അംർ. ഇവർ രണ്ടുപേരും ആദ്യകാലത്ത് ഇസ്ലാമിനെ വിശ്വസിക്കുകയും ഹബഷയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തവരാ. പക്ഷേ ഹബഷയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രോഗിയായിക്കൊണ്ടാണ് സക്രാൻ ബിൻ അംർ റളിയല്ലാഹു തആല മക്കയിലെത്തുന്നത്. ദിവസങ്ങൾക്കകം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. വാപ്പ സമയത്ത് വയസ്സനാണ്, പക്ഷേ ഖുറൈശികളുടെ നേതാവാണ്. മകൻ അബ്ദുബിൻ സമ്മ കഠിനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ സാഹചര്യത്തിൽ ആദ്യകാല വിശ്വാസിയും ഹബശയിലേക്ക് ഹിജ്റ പോയി തിരിച്ചു വന്നവരുമായതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല. അപ്പൊ അവരുടെ സേവനവും ആദ്യകാലത്തെയുള്ള വിശ്വാസവും ഹിജ്റയും അവരുടെ കുടുംബ പശ്ചാത്തലവും, ഖുറൈശികളിലെ പ്രമുഖ കുടുംബ അംഗമാണ് അവർ. അങ്ങനെ രണ്ടാളോടും അന്വേഷിച്ച് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഹൗല നേരെ ചെന്നത് സൗദ റളിയല്ലാഹു തആല അൻഹയുടെ നിറത്തിലേക്ക്. സൗദ ചെറുപ്പക്കാരത്തിയല്ല, അത് മനസ്സിലാക്കണം. സൗദക്ക് അന്ന് ഏതാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് അതേ പ്രായം 50 വയസ്സോട് അടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് 50 വയസ്സ് പ്രായമാണ്. ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഖൈർ എന്തുമാത്രം മഹത്തായ ഖൈറാണ്. അവർ ചോദിച്ചു, എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് വിവാഹാപേക്ഷ അന്വേഷണം നടത്താൻ അയച്ചതാണ് എന്നെ. അവർ സന്തോഷിച്ചു. അൽഹംദുലില്ലാ, എനിക്ക് 100% സന്തോഷമാണ്. പക്ഷെ എൻ്റെ വാപ്പുണ്ടല്ലോ, വാപ്പ വയസ്സനാണ്. അപ്പൊ ഒരു ഹജ്ജ് വേളയാണ്. വയസ്സായത് കൊണ്ട് മാത്രം അദ്ദേഹം ഹജ്ജിന് പോയിട്ടില്ല. മകൻ അബ്ദുവിന് സമയത്ത് ഹജ്ജിന് പോയിട്ടുണ്ട്. വാപ്പാനോട് പറഞ്ഞു നോക്കുക. അങ്ങനെ ഹൗല ചെന്നിട്ട്, വാപ്പ പറ്റ വയസ്സനാ, വീട്ടിൻ്റെ അകത്തിരിപ്പാണ്. ചെന്ന് അവര് പറയുന്ന സലാമ്, അവരോട് അസ്സലാമു അലൈക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാളോട് അന്നൈം സബാഹൻ അന്നൈം മസാൻ പറയുന്ന കാലാണ്. അന്നൈമോ സബാഹൻ എന്ന് ബഹുമാനപ്രകാരം പറഞ്ഞിട്ട്, അപ്പോൾ കണ്ണിനും കാഴ്ച ഭംഗിയാണ്. ആരാണ് ചോദിച്ചു. ഞാൻ ഹൗല ബിന്ത് ഹക്കീമാണ്. ഓഹോ, മാ ജാബിക്ക്, എന്തിനാ പോകുന്നത് ചോദിച്ചു. പോകുന്നത് വലിയ കാര്യത്തിനാണ്. ഞാൻ എന്താ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് നിങ്ങളെ മകള് സൗദനെ കല്യാണം പറയുന്നു. ഓ, നല്ല ആളല്ലോ, നല്ല തറവാടി. അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ തറവാട്ടിന് മതിയാവുന്ന യോഗ്യന്മാരാണ്. ഇയാൾ നല്ല ശുദ്ധം ശരിക്കാണ്, അത് വേറൊരു സ്ഥാനം. യോഗ്യന്മാരാണ്. ഇത് ചോദിച്ചോളോട് ഓക്ക് ഇഷ്ടമാണോ ചോദിച്ചു. ഓക്ക് ഇഷ്ടമാണ് എന്ന് വിളിക്കോളെ. അയാളെ വിളിപ്പിച്ചു. അങ്ങനെ സൗദ റളിയല്ലാഹു തആല അൻഹു വിളിപ്പിച്ചു. അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ, അബ്ദുൽ മുത്തലിബിന്റെ പേരമകൻ മുഹമ്മദ് നിന്നെ കല്യാണം അന്വേഷിക്കാൻ അയാൾ അയച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം എന്താണ് ചോദിച്ചു. എനിക്ക് തൃപ്തിയാണ്. അപ്പോൾ ഹൗലായോട് പറഞ്ഞു, എന്നാൽ മുഹമ്മദിനോട് വരാൻ പറയാണ്. നമുക്ക് കല്യാണം അത്രയേ ഉള്ളൂ. മുഹമ്മദിനോട് വരാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ഇദ്ദേഹം നിക്കാഹ് ചെയ്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കബൂലാക്കി. ഭാര്യമാർക്കൊക്കെ 500 വെള്ളിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹർ കൊടുത്ത്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ കോയിക്ക് അവർക്ക് 500 വെള്ളിയും 20 ഒട്ടകവും മറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 500 വെള്ളി. എല്ലാ ഭാര്യമാർക്കും അങ്ങനെ തന്നെ 500 വെള്ളിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മഹർ കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഒരാളായല്ലോ. അപ്പോൾ ഒരു പക്വത വന്ന 19 വയസ്സുള്ള ഒരു അർദ്ധ വൃദ്ധയായ ഒരാള്. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ, മക്കളെ, ഫാത്തിമ റളിയല്ലാഹു തആല വിവാഹപ്രായം എത്തി നിൽക്കുകയാണ്. അതിൻ്റെ മൂത്ത മകള് ഉമ്മു കുൽസൂം നേരത്തെ ഉത്തൈബത്തിന് നിക്കാഹ് ചെയ്ത് കൊടുത്തെങ്കിലോ വീട് കൂടിയിട്ടില്ല. പിന്നീട് ആ കുട്ടിയെ കെട്ടിച്ചിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടുന്നതും കെട്ടിക്കുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യും. നേരത്തെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അന്ന് വഹിയില്ലാത്ത കാലമാണ്. അല്ലാത്തപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്തോ നമുക്കറിയില്ല, കുട്ടികൾക്ക് പ്രായം നല്ലോണം ആയിട്ടുണ്ടെങ്കിലും ഈ കുട്ടിയെ പിന്നെ കെട്ടിച്ചിട്ടില്ല. ഉമ്മു കുൽസൂമിനെ, ഫാത്തിമ ബീവിയെ കെട്ടിക്കേണ്ട പ്രായം ആയിട്ടുമുണ്ട്. അപ്പൊ ഈ വിവാഹപ്രായം എത്തി നിൽക്കുന്ന 2 മക്കളുണ്ട്.
പിന്നെ പോറ്റുമക്കളാവുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ട്. അതുപോലെ തന്നെ സെയ്ദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ട്. ഒക്കെ ചെറുപ്പക്കാരാണ്. ഇതൊക്കെ നോക്കി നടത്താൻ പറ്റുന്ന പക്വതയുള്ള ഒരു 19 വയസ്സ് ആയ സൗദ റളിയല്ലാഹു തആല അൻഹയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയണമെന്ന് അന്ന് കരുതിയെങ്കിലും പിന്നീട് അതിനുള്ള സൗകര്യം എന്തോ കാരണവശാൽ ഒത്തു വന്നിട്ടില്ല. ഇപ്പോൾ അത് വിശദമായിട്ട് പറയാൻ നമുക്ക് ഇവിടെ എത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള പഠനം വേറെയാണ്. ഇതിപ്പോൾ ആ ചരിത്രം ഇങ്ങനെ ജനനം മുതൽ വഫാത്ത് വരെ എങ്ങനെ ഓടിപ്പോവുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അതിൽ കൂടുതൽ വിശദമായി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൗല സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മ റുമാനേ ഉള്ളൂ വീട്ടിൽ. റുമാനോട് ഇതേ വാക്ക് തന്നെ പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് എന്തൊക്കെ വലിയ ഖൈറാണ് വരാൻ പോകുന്നത്. എന്താന്ന് പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ മോള് ആയിഷയെ കല്യാണം അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനൊരു സന്തോഷമില്ല. കാരണം അവർ ആദ്യകാലത്തെ ഇസ്ലാമതം മുഅ്മിനത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ദിവസം ഒരിക്കൽ ആ വീട്ടിൽ സന്ദർശകനുമാണ്. ഒന്നിരിക്കൽ രാവിലെ പോവും, അല്ലെങ്കിൽ വൈകുന്നേരം പോവും. രണ്ടാമതൊരു സമയത്ത് ഒരിക്കൽ മക്കയിലുള്ള സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിൽ പോകാത്തൊരു ദിവസവും ഇല്ല. അത്രയും അടുത്ത ബന്ധമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മോളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ദുന്യാവും മാഹറും കിട്ടിയതിന് തുല്യമായി. വലിയ സന്തോഷമായി. പക്ഷേ എന്നിട്ട് എന്ത് പറഞ്ഞു, നീ പോലെ അബൂബക്കർ ഇപ്പോൾ വരും. ഇപ്പോൾ വന്നിട്ട് അതിന് കാരണമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മുത്തഇം ബിൻ അദിയിൻ്റെ മകനുമായിട്ടൊരു കല്യാണം നേരത്തെ പറഞ്ഞു വെച്ചതുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ പറഞ്ഞ വാക്ക് ജീവിതത്തിൽ ഒരിക്കലും മാറിയ ചരിത്രം ഇല്ല. അപ്പം ഈ പ്രശ്നത്തിന് പരിഹാരം ആദ്യം ഉണ്ടാവണം. എന്നാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വീട്ടിലേക്ക് വന്ന സമയത്ത് ഹൗല ഇതേ രീതിയിൽ തന്നെ പറഞ്ഞു, എന്ത് വലിയ ഖൈറാണ് അല്ലാഹു തആല നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ മോളെ കല്യാണം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ മുത്തഇം ബിൻ അബ്ദിയിനോട് പറഞ്ഞു വെച്ചു പോയി, അയാളെ മോനുണ്ട്, മോനോട് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ വാക്കല്ലേ. ഒരു മുഅ്മിനായ മനുഷ്യൻ വാക്ക് മാറാൻ പറ്റുമോ? പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം അന്വേഷിച്ചാൽ ഇനി എന്താ ചെയ്യുക? അപ്പോൾ ഹൗലയോട് പറഞ്ഞു, നീ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാറ്. നേരെ ഇറങ്ങി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മുത്തഇം ബിൻ അദിയിൻ്റെ വീട്ടിൽ ചെന്നു. മുത്തഇം ബിൻ അദി നല്ല ആളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആള് മുശ്രിക്കായി മരിച്ചു പോയി എന്ന് മാത്രം. നല്ല യോഗ്യനായിരുന്നു, വലിയ ധർമ്മിഷ്ഠനാണ്, തറവാടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ത്വായിഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ജിവാറ് കൊടുത്ത് സംരക്ഷണം കൊടുത്ത വലിയ ആളാണ്. പക്ഷേ അപ്പോഴൊന്നും അയാൾ ആ ശിർക്കിന്ന് പിടുത്തം വിട്ടിട്ടില്ല. അങ്ങനെ തന്നെ മരിച്ചും പോയി. ഇയാളടുത്ത് വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, എൻ്റെ മോളെ നിങ്ങളെ മോന് കെട്ടിച്ചു കൊടുക്കാന്ന്, നിങ്ങളെ അഭിപ്രായം ഇപ്പോഴെന്താണ് ചോദിച്ചു. മുത്തഇം ബിൻ അദി പറഞ്ഞ്, ഞാനിപ്പോൾ അതങ്ങനെ അവനെ പറയാ, കുട്ടിൻ്റെ ഉമ്മ ഉണ്ട് ഇവിടെ, ഓളൊന്ന് വിളിച്ചു നോക്കാറ്. കാരണം ഇഞ്ഞു മാറുകയാണ്, ഓളൊന്ന് വിളിച്ചു നോക്കാറ്. അങ്ങനെ മുത്തഇം ബിൻ അദി ഭാര്യനെ വിളിച്ചു. അല്ലാന്ന് നമ്മളെ മോന് അബൂബക്കറിന്റെ മോളെ കല്യാണം കഴിക്കാന്ന് നമ്മൾ പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ലേ? വാക്കൊക്കെ അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്താ വിഷയം എന്നറിയോ? നാട്ടിലുള്ള ആളെ മുഴുവനും മതം മാറ്റാൻ നടക്കുന്ന പണിയായി അബൂബക്കറിന്. നമ്മളെ മൂപ്പര മോളെ കെട്ടിയാല് 2 ദിവസം കൊണ്ട് നമ്മളെ മോനെ മതം മാറ്റൂലേ? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അത് പെണ്ണിന്റെ അഭിപ്രായം, നിങ്ങളെ അഭിപ്രായം എന്താണ് ചോദിച്ചു മുത്തഇം ബിൻ അദീനോട്. കുട്ടിന്റെ ഉമ്മല്ലേ പറയണത്, അഭിപ്രായം അത് തന്നെയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടല്ലോ. കാരണം എന്താണ്, കുട്ടിനോട് ആയിഷനെ കെട്ടിക്കുന്ന ഓർക്ക് സമ്മതമല്ല. കാരണം എന്താണ്, കെട്ടിച്ചു പോയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളെ ഭാര്യയാക്കി എടുത്താൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോനെ വശീകരിച്ചിട്ട് മതം മാറ്റും. അത് വേണ്ട, അപ്പൊ ആ ബന്ധം നമ്മൾ വേണ്ടത്. അവരിങ്ങോട്ട് കഴിഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷമായി. അത് തന്നെയാണ്. അയാളത് വാക്കിൽ ഉറച്ചു നിന്നാ പ്രയാസാവുമല്ലോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്വേഷണം തള്ളിക്കളയണ്ടേ? ഇതിപ്പോൾ അത് വേണ്ട. ഇലക്കും മുള്ളിനും കേടില്ലാതെ കാര്യം സന്തോഷമായി. തിരിച്ചു വന്നിട്ട് സൗദ് റളിയല്ലാഹു തആലയോട് ഖൗല റളിയല്ലാഹു തആലയോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനും ഞങ്ങൾ തമ്മിൽ സഹോദരങ്ങളാണ്. അപ്പൊ എൻ്റെ മോളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ വീണ്ടും പോയി ഖൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നുണ്ട് സിദ്ദീഖ്, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹോദരങ്ങളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മോളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനും അദ്ദേഹവും തമ്മിലുള്ള സഹോദര്യം കുടുംബ ബന്ധത്തിലുള്ള സഹോദരങ്ങളല്ല, ഞങ്ങൾ മുലകുടി ബന്ധത്തിലുള്ള സഹോദരങ്ങളും അല്ല. മുഅ്മിനീങ്ങൾ എന്ന നിലയ്ക്ക് ഇന്നവൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന ബന്ധമേ ഉള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ തമ്മിൽ സഹോദരങ്ങളാണ് എന്നതുകൊണ്ട് തമ്മിൽ കല്യാണത്തിന് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ആയിഷയെ കെട്ടുന്നതിന് സഹോദരനാണ് എന്ന നിലക്ക് അവളെ കല്യാണം കഴിക്കുന്നത് എനിക്ക് തടസ്സമൊന്നുമില്ല. ഈ വിവരം ചെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ വെച്ച് നിക്കാഹ് കഴിഞ്ഞു. പക്ഷേ ഇത് നിക്കാഹ് മാത്രമേ കഴിഞ്ഞുള്ളൂ. മറ്റേത് നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ വീട് കൂടുകയും ചെയ്തു. അന്ന് 6 വയസ്സ് കഴിഞ്ഞ് 7-ാം വയസ്സിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതാണ്. ഇബ്നത്തു സിത്ത് എന്ന് പറഞ്ഞാൽ 7-ാം വയസ്സിൽ പ്രവേശിച്ച് 6 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു കുട്ടിനെ കല്യാണം കഴിച്ചത്? അതിനാ നേരത്തെ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു തീരുമാനമെടുക്കുമ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ ഒരിക്കലും അത് നടക്കില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നതായി ഇമാം മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. 3 ദിവസങ്ങൾ സ്വപ്നത്തിലായി ഒരു പട്ടിൽ പൊതിഞ്ഞ ഒരു രൂപം ഒരാൾ കൊണ്ടുവരികയും എൻ്റെ സമീപത്ത് വെച്ച് ആ പൊതിഞ്ഞ പട്ട് തുറന്നു നോക്കുമ്പോൾ അതിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുകയും ചെയ്യും. അപ്പൊ ഈ കൊണ്ടുവന്ന ആള് പറയും, ഹാദിഹി സൗജതുക ഫിദ്ദുന്യാ വൽ ആഖിറ, ഈ കുട്ടി ദുന്യാവിലും നാളെ ആഖിറത്തിലും നിങ്ങളുടെ ഭാര്യയാണ്. അങ്ങനെ തുടർച്ചയായി 3 ദിവസം ഇതേ സ്വപ്നം കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ കാനത് ഹഖൻ യുംളില്ലാഹ്, ഈ സ്വപ്നം സത്യമാണെങ്കിൽ അല്ലാഹു തആല അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഫൈദാ ഹിയ അൻതി, പിന്നെ പറയാ, പിന്നെ നോക്കുമ്പോഴാണ് ഈ സുന്ദരി പെൺകുട്ടി നീയാണ് എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. നിക്കാഹ് കഴിഞ്ഞ് കുട്ടിനെ നേരിട്ട് കണ്ടപ്പോഴാണ് ഈ 3 ദിവസം സ്വപ്നത്തിൽ കാണിക്കപ്പെട്ട ഈ രൂപം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടേത് ആണ് എന്ന് മനസ്സിലായി. പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലെത്തി 2 വർഷവും കൂടി കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു തആല 9 വയസ്സ് കഴിഞ്ഞ് 10-ാം വയസ്സിൽ പ്രവേശിക്കുന്ന സമയത്ത്, അത് 9 വയസ്സിൽ എന്ന് പറഞ്ഞാൽ 9 വയസ്സ് കഴിഞ്ഞ് 9 വയസ്സ് കഴിഞ്ഞ് 10-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായിട്ട് വീട് കൂടുന്നത്. ആട്ടെ, ഇങ്ങനെ വീട്ടിലെ പ്രശ്നം സൗദ റളിയല്ലാഹു തആല അൻഹയോട് കൂടി ഏകദേശം പരിഹാരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും ദഅവത്ത് പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക. അതിൻ്റെ ഇടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ജിന്നുകൾ വന്ന് വിശ്വസിക്കുകയും അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഒരു രാത്രി തന്നെ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും അവരൊരു ഭാഗത്ത് ദഅവത്ത് പ്രവർത്തനം നടക്കുന്നു. നസറാക്കളിൽപ്പെട്ട പലരും ഇസ്ലാം മതം സ്വീകരിച്ച് അവരുടെ ഭാഗത്ത് അവരും പ്രവർത്തനം നടക്കുന്നു. മക്കയിൽ എതിർപ്പ് ദൈനംദിനം വർദ്ധിച്ചു വരികയുമാണ്. കാരണം പുറമെ വിശ്വാസികൾ കൂടി വരുംതോറും ഖുറൈശികളുടെ മർദ്ദനവും വിരോധവും എതിർപ്പും ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വിളിച്ചുണർത്തി കൊണ്ടുവന്ന് മസ്ജിദുൽ ഹറാമിൽ കൊണ്ടുപോയി സംസമിൻ്റെയും ഹിജ്ർ ഇസ്മായിലിൻ്റെയും സംസമിൻ്റെയും ഇടയിലുള്ള ഹത്തീം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പണ്ട് 4-ാം വയസ്സിൽ പറഞ്ഞതുപോലെ നെഞ്ഞു കീറി കൽബ് പുറത്തെടുത്ത് അത് കഴുകി വൃത്തിയാക്കി പ്രത്യേകമായിരിക്കുന്ന ഒരു 100 കൊണ്ട് നിറച്ച് തൽസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി.
ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത ആവശ്യങ്ങളായിരുന്നു അതുകൊണ്ട് എന്നാണ് പറയുന്നത്. 4-ാം വയസ്സിലുള്ളത് തമ്മീസിന്റെ വയസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ തമ്മീസിലെ വയസ്സിൽ എന്താ വരുത്? വൈകല്യങ്ങളോ പോരായ്മകളോ കുറവുകളോ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. 10-ാം വയസ്സിലാണ് രണ്ടാമത്തെ കിടക്കുന്നത്. അത് ബുലൂഗിനോട് അടുത്ത് വരുമ്പോൾ ബുലൂഗിന്റെ ആദ്യഘട്ടത്തിൽ വരുന്ന ചാപ്പല്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നീട് 3-ാമത് പറഞ്ഞത് ഇഖ്റ ഇറങ്ങിയ സമയത്താണ്. അത് വഹ്യ് മലായിക്കത്തിൽ നിന്നിട്ട് നേരിട്ട് സ്വീകരിക്കുമ്പോഴുണ്ടാവുന്ന ആഘാതം കുറക്കാനും അത് ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലത ഉൾക്കൊള്ളാനും വേണ്ടിയാണ്. ഇനി ഇപ്പോൾ 4-ാമത്തെ പ്രാവശ്യം ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതകരവും ആശ്ചര്യകരവും അതുല്യവുമായിരിക്കുന്ന ഒരു അനുഭവം നേരിട്ട് അനുഭവിക്കാൻ പോവുകയാണ്. അവിടെയൊന്നും പതറാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല നൽകുന്ന ഒരു മുന്നൊരുക്കമാണ് ഈ 4-ാമത്തെ ഓപ്പറേഷൻ. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖിനെ കൊണ്ടുവന്നു. ബുറാഖ് ചില കാലണ്ടറിൽ കാണാനല്ല ബുറാഖ്, അതൊക്കെ ഏതോ കള്ളന്മാര് കെട്ടിയുണ്ടാക്കിയതാ. അതും ഇപ്പൊ പറയാനുള്ള വഹാബികള് ഷിയാക്കളിൽ നിന്ന് നമ്മൾ കടർത്തതാണ്. എല്ലാത്തിനും തല്ലുള്ള നമ്മളാണ്ടാകുക. നമ്മളാരും അത് എവിടെ അംഗീകരിച്ചിട്ടോ കണ്ടിട്ടോ, ഏതോ കള്ളന്മാരെന്തോ കേട്ടിട്ട് ഏതെങ്കിലും മറ്റേ കുപ്പിപ്പാട്ടോ പക്ഷിപ്പാട്ടോ ഒക്കെ പാടി എന്തെങ്കിലുമൊക്കെ പറയാം. അതിനൊന്നും ഇസ്ലാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അതിനൊന്നും ഉത്തരവാദിയല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസിൽ ബുറാഖിനെ വിശദീകരിച്ചിട്ടുണ്ട്. കഴുതയേക്കാൾ അല്പം വലുതും കുതിരയേക്കാൾ അല്പം ചെറുതുമായി ഏകദേശം കോവർ കഴുതന്റെ വലിപ്പമുള്ള വെള്ള നിറത്തിലുള്ള ഒരു മൃഗം. അതിൻ്റെ പിൻകാലുകൾക്കടുത്ത് 2 ചിറകുകളുണ്ട്. അതിൻ്റെ പ്രത്യേകത, അത് കണ്ണെത്തുന്ന ദൂരത്തിൻ്റെ അറ്റത്താണ് ഒരു കാലെടുത്ത് വെക്കുക. ആ കാലെടുത്ത് വെച്ചാൽ അടുത്ത കാലെടുത്ത് വെക്കുന്നത് അവിടെ നിന്ന് കണ്ണെത്തുന്ന ദൂരത്താണ്. ഇങ്ങനെയുള്ള ഒരു മൃഗം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളതല്ല. അമ്പിയാക്കന്മാർ അവരുടെ പ്രത്യേക യാത്രകൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതേ ബുറാഖാണ്. പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഉമ്മയെയും മക്കയിൽ കൊണ്ടാക്കി പോയിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്നത് അറക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ്. അങ്ങനെ നടക്കുവോ? അങ്ങനെയല്ല. മാസത്തിലൊരിക്കൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മക്കയിൽ വന്ന് ഭാര്യയും മോനെയും കണ്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ച് പോകർ പതിവായിരുന്നു. ആ വരവ് ഈ ബുറാഖിന്റെ പുറത്തായിരുന്നു. അതുപോലെ മഹാന്മാരായ അമ്പിയാക്കൾ പ്രത്യേക യാത്രകൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് അത്. ബുഖാരിയൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതിന്റെ പുറത്ത് കയറാൻ ആവശ്യപ്പെട്ടു. ഒരു ഭാഗത്ത് ജിബ്രീൽ അലൈഹിസ്സലാമുണ്ട്, ഒരു ഭാഗത്ത് മീകായിൽ അലൈഹിസ്സലാമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറാൻ പോകുമ്പോ ഇതൊന്ന് കോതറി ഈ മൃഗം. എന്താ അല്ലാഹു തആല നിൽക്കുമ്പോൾ നമുക്കറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഉസ്കുൻ യാ ബുറാഖ്, അടങ്ങി നിൽക്കേ. കാരണം ഇന്ന് വരെ കഴിഞ്ഞ നിന്റെ പുറത്ത് കയറിയ ഏത് അമ്പിയാക്കന്മാരെക്കാളിലും ഏറ്റവും മഹാനായ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഏറ്റവും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിന്റെ പുറത്ത് കയറാൻ പോകുന്നത്. അതോടുകൂടി ഇത് ശാന്തമായെന്ന് മാത്രമല്ല ആകെ വിയർത്തുപോയി എന്നാണ് ഹദീസുകളിൽ കാണാം. അങ്ങനെ ഇതിന്റെ പുറത്ത് കയറി യാത്ര പുറപ്പെട്ട് ആദ്യം എത്തുന്നത് മദീനയിലാണ്. അന്ന് മദീന എന്നതിന് പേരില്ല, യസ്രിബിലാണ്. യസ്രിബിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇൻസിൽ ഹുനാ ഫസല്ലി റകഅത്തൈൻ, ഇവിടെ ഇറങ്ങി 2 റകഅത്ത് നിസ്കരിക്കണം. അങ്ങനെ അവിടെ ഇറങ്ങി 2 റകഅത്ത് നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞു, ഹാദാ മുഹാജറുക, നിങ്ങൾക്ക് പിന്നീട് ഹിജ്റ വരാൻ അല്ലാഹു തആല അനുവദിക്കുന്ന പ്രദേശമാണിത്. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇൻസിൽ ഹുനാ ഫസല്ലി റകഅത്തൈൻ, ഇവിടെ ഇറങ്ങി 2 റകഅത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 റകഅത്ത് നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ തൂരു സിനാ ഹൈസു കല്ലമല്ലാഹു മൂസ, തുരുസിന പർവ്വതം അല്ലാഹു തആല കരീമായ മൂസ അലൈഹിസ്സലാമിനോട് സംസാരിക്കുകയും തൗറാത്ത് അവതരിപ്പിക്കുകയും ചെയ്ത പുണ്യസ്ഥലമാണ്. കുറച്ചു പോയി വീണ്ടും പറഞ്ഞു, ഇൻസിൽ ഹുനാ ഫസല്ലി റകഅത്തൈൻ, ഇവിടെ ഇറങ്ങി 2 റകഅത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി 2 റകഅത്ത് നിസ്കരിച്ചു. പറഞ്ഞു, ആദാ ബൈത്തുൽ അഹ്മിൻ
ഇത് ബൈത്തുലഹമാണ്. ക്രിസ്ത്യാനികൾ ബത്ലഹേം എന്നാ പറയാ, അത് അറബിയിൽ ബൈത്തുലഹം എന്നാ. ബൈത്തുലഹമാണ് ഈസാ നബി അലൈഹി സ്വലാം ജന്മം കൊണ്ട സ്ഥലമാണ്. ഇത് കഴിഞ്ഞിട്ട് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാമിന്റെ ഖബറെടുത്തെങ്കിൽ ചെല്ലും. മറത്തു ബിമൂസ ഫൈദാ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബറിങ്ങ ഞാൻ ചെന്ന് നോക്കി, സിയാറത്തിനില്ല. അപ്പോൾ ഫൈദാ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി, ഖബറിൽ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇമാം മുസ്ലിം തന്റെ സഹീഹ് റിവായത്ത് ചെയ്ത ഹദീസിൽ ഇമാം മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാം നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു സ്വാഭാവിക ഒരു സംശയം ഉണ്ടാവും, ദുന്യാവിലല്ലേ ഇബാദത്തിന്റെ സ്ഥലം, ഇത് ബർസഖിയ ലോകല്ലേ, അവിടെ ഉണ്ടോ ഇബാദത്ത്? ഇവിടെ തക്ലീഫിന്റെ ഇബാദത്താ. തക്ലീഫിന്റെ ഇബാദത്ത് ദുന്യാവിൽ തന്നെ ഉള്ളൂ. ദുന്യാവ് കഴിഞ്ഞാൽ തക്ലീഫ് കഴിഞ്ഞു. എന്നാൽ തലദ്ദുദിന്റെ ഇബാദത്ത് സ്വർഗത്തിൽ വരെ ഉണ്ട്. തലദ്ദുദ് ആനന്ദം, ആസ്വാദനം, അതാണ് വലിയ ഇബാദത്ത്. അത് നമ്മളോട് എത്താൻ കഴിയാനില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നത് കാണാം, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാ. ദുന്യാവ്, നിങ്ങളുടെ ദുന്യാവ് എന്നാ പറഞ്ഞത്, നബി തങ്ങൾക്ക് ദുന്യാവില്ല. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, നിങ്ങളുടെ ദുന്യാവിൽ നിന്ന് എനിക്ക് പ്രിയപ്പെട്ട രണ്ട് വസ്തുക്കളാണുള്ളത്. ഒന്ന് അത്തീബ്, സുഗന്ധ വസ്തുക്കൾ. അത് നമ്മളൊന്ന് പഠിക്കേണ്ടതാണിത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടു ചെലവ് ആകെ വരുന്നതിന് 1/3 സുഗന്ധം വാങ്ങാനാണ് ഉപയോഗിച്ചിരുന്നത്. വീട്ടു ചെലവ് ആകെ വരുന്ന വീട്ടു ചെലവിന്റെ 1/3 സുഗന്ധം വാങ്ങാനാണ് ഉപയോഗിച്ചിരുന്നത്. ആദിയായ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അലിയാർക്ക് നിക്കാഹ് ചെയ്ത് കൊടുത്ത് മഹർ വേണം എന്ന് പറഞ്ഞു. മഹർ കൊടുക്കാൻ എന്താ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മഹർ കൊടുക്കാൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് തന്ന ഹുതമിയ എന്ന് പറഞ്ഞ ഒരു പടയെങ്കിലടോ, അത് വിറ്റടാ. അത് കൊണ്ടുപോയി വിറ്റു. വിറ്റാർക്കാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല മൂത്തച്ഛനെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അതിന് 400 ദിർഹം കൊടുത്തു. 400 ദിർഹം കൊടുത്തു. കൊടുത്തിട്ട് പിന്നെ എന്താക്കി, സാധനം വാങ്ങിയിട്ട് പറഞ്ഞു ഇന്റെ ഭാഗം നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഹുതമി അങ്ങോട്ട് തന്നെ കൊടുത്തു. വേറെ വിഷയം, വെറുതെ കൊടുത്താൽ വാങ്ങൂല എന്നുള്ള ആൾക്കാണ് സാധനം വില കൊടുത്ത് വാങ്ങി. ഈ 400 വെള്ളിക്ക് പകുതിക്ക് സുഗന്ധം വാങ്ങാനാണ് പറഞ്ഞു. ബാക്കി പകുതിക്ക് പുതിയ എണ്ണിന് വേണ്ട വസ്ത്രങ്ങളും മറ്റ് അത്യാവശ്യ വസ്തുക്കളും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പൊ നോക്കണം, ആകെ മഹർ കിട്ടിയ 400 വെള്ളിയിൽ 200 വെള്ളിയും ഉപയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം വാങ്ങാനാണ്. ഇങ്ങനെയാണ് സുഗന്ധത്തിന്റെ കഥ. അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിനോടോ എത്തിയോ തോന്നും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എവിടെ എത്തിന്? അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പുറത്തം വിട്ടുപോയി തോന്നുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എവിടുന്നാ പോന്ന്? എവിടെ? ഇപ്പൊ നമ്മളിവിടെ ബത്ലഹം കഴിഞ്ഞിട്ട് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് എത്തിയല്ലേ. മൂസാ നബി അലൈഹി സ്വലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടു. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോന്നാ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടു പറഞ്ഞു. ഈ നിന്ന് നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും കഴിഞ്ഞിട്ട് ഞാൻ ചുരുക്കട്ടെ നേരെ ബൈത്തുൽ മുഖദ്ദസിലെത്തി. ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിൽ, അത് ആദം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് കഅബ ഷരീഫ് നിർമ്മിച്ച് 40 വർഷം കഴിയുമ്പോൾ ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചിട്ടുണ്ട്. 40 വർഷമാണ് ബൈത്തുൽ മുഖദ്ദസിന്റെയും കഅബ ഷരീഫിന്റെയും ഇടയ്ക്കുള്ള അന്തരം. പിന്നീട് അത് പുനർനിർമ്മാണം നടത്തിയത്, കഅബ ഷരീഫ് പുനർനിർമ്മാണം നടത്തിയത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. നമുക്കൊക്കെ സുപരിചിതമാണ്. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിനെ പുനർനിർമ്മാണം നടത്താനുള്ള കൽപ്പന ആദ്യം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്തു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൽപ്പന കൊടുത്തു. രാജാവാവുന്ന ദാവൂദ് നബി അലൈഹി സ്വലാം പള്ളിക്ക് വേണ്ട സൗകര്യത്തിന് സ്ഥലം മക്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിന് പരിസരത്തുള്ളൊരു വൃദ്ധയായ ഉമ്മാമുണ്ട്. ആ ഉമ്മാമന്റെ സ്ഥലവും കൂടി ഇതിൽ ഉൾപ്പെട്ടെങ്കിലേ പള്ളി ഉദ്ദേശിച്ച പ്ലാൻ അനുസരിച്ച് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ അവരോട് വില പറഞ്ഞപ്പോൾ അവർ തരൂലെന്ന് പറഞ്ഞു. അപ്പൊ അക്കാലത്ത് ആ സ്ഥലത്തിന് കിട്ടാവുന്ന വിലയിൽ ഏറ്റവും വലിയൊരു വില കണക്കാക്കി ആ വില കൊടുത്തു നിർബന്ധപൂർവം ആ സ്ഥലം പിടിച്ചെടുത്തു. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. സംഗതി തെറ്റൊന്നുമല്ല ഇതത്. പക്ഷെ എങ്കിൽ പോലും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്ത് രണ്ടാമത് നിർമ്മിച്ച ബൈത്തുൽ മുഖദ്ദസ് അല്ലെ, മസ്ജിദുൽ അഖ്സ, അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് തികച്ചും തൃപ്തിയില്ലാത്ത ഒരാളുടെ
ഭൂമി കാശ് കൊടുത്തിട്ടാണെങ്കിലും വാങ്ങിയത് ശരിയായില്ല. അള്ളാഹു തആല വഹി അറിയിച്ചു, ദാവൂദ് നബിയെ, എൻ്റെ പള്ളി പുനർനിർമ്മിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടില്ല. അപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തു, പഠിച്ചവനെ, എനിക്കതിനുള്ള ഭാഗ്യമില്ലെങ്കിൽ എൻ്റെ മകനെങ്കിലും നീ ആ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അത് അള്ളാഹു തആല സ്വീകരിച്ചു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിച്ചത്. അത് ഇന്ന് കാണുന്ന മസ്ജിദുൽ അഖ്സ ഒന്നുമല്ല. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ സമയമില്ല. മസ്ജിദുൽ അഖ്സ ലോക അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു ഒന്നാമത്തെ അത്ഭുതമായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം ലോക ചക്രവർത്തിയായിരുന്ന ജിന്നുകളും പിശാചുക്കളും വഴിപ്പെട്ടിരുന്ന അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വർണവും വെള്ളിയും കൊണ്ട് നിറയെ അലങ്കരിച്ചതും പൂർണ്ണമായും ഏറ്റവും മേത്തരം മുന്തിയ മാർബിൾ കൊണ്ട് ചുമരും നിലവും അലങ്കരിച്ചിരുന്ന ലോകാത്ഭുതങ്ങളിൽപ്പെട്ടൊരു പള്ളിയാണ്. അക്കാലത്ത് ലോകത്ത് കേൾവിയില്ല. അതിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് പിശാചുക്കളെയും ജിന്നുകളെയുമായിരുന്നു. ഇങ്ങനത്തെ ഈ പള്ളി പിന്നെ അത് ബുഖ്തുനസർ കൊള്ളയടിച്ചു പോയതാ. വിലപിടിപ്പുള്ള ഇതൊക്കെ അയാൾ കൊള്ളയടിച്ചു പോയി. പിന്നീട് ബനി ഇസ്രായേൽക്കാർ സാധാരണ പോലെ പള്ളിയാക്കി എടുത്തതാ. അപ്പൊ ഈ പള്ളിയിൽ അതിന് ചുറ്റും ധാരാളം അമ്പിയാക്കളുണ്ടെന്ന് മാത്രമല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രബോധന കേന്ദ്രമായിരുന്നു. ആണ് അവിടെ പ്രത്യേകത. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജിന് മക്കത്ത് നേരിട്ടാണ്ടുണ്ടെക്കൂടെ, എന്തിനും ബൈത്തുൽ അഖ്സയ്ക്ക് കൊണ്ടുപോയി എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഉത്തരം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം ബാബിലോണിയയിൽ ജനിച്ചിട്ട് ഹറാനിൽ വന്ന് അവസാനം ബൈത്തുൽ മുഖദ്ദസിൽ ആണല്ലോ മഹാനവറുകൾ കേന്ദ്രീകരിച്ച് ദഅവത്ത് നടത്തി വിജയിയായത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദഅവത്തിന്റെ കേന്ദ്രബിന്ദുവാവുന്ന ബൈത്തുൽ മുഖദ്ദസും മസ്ജിദുൽ അഖ്സയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യപാദ സ്പർശം കൊണ്ട് ഇബ്രാഹിമി മില്ലത്തിന്റെ പിന്തുടർച്ച നേരിട്ട് ബോധ്യപ്പെടുത്തലാണ് ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം, ധാരാളം അമ്പിയാക്കൾ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തും ചുറ്റുപ്രദേശങ്ങളിലുമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി അവരുടെ ദഅവത്തിന്റെ ബറക്കത്ത് സിദ്ധിച്ച് അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യകേന്ദ്രമാണ്. അതൊന്ന് സന്ദർശിക്കലും ഇതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. അതോടുകൂടി ദുന്യവിയായിരിക്കുന്ന ഒരുപാട് ബറക്കത്തുകളും ആ പ്രദേശത്തിന് അല്ലാഹു തആല, അങ്ങനെ ദീനിയും ദുനിയവിയുമായിരിക്കുന്ന ഒരുപാട് ബറക്കത്തുകൾ ചെയ്യപ്പെട്ട സ്ഥലവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിന്റെ കേന്ദ്രബിന്ദുവും സന്ദർശിക്കുന്നത്, അവിടുത്തെ പാദസ്പർശം കൊണ്ട് അതിന് പുണ്യം നൽകുകയും അതിലൊക്കെ പുറമെ ഇതുവരെയും താൻ നിസ്കരിച്ചതും ഇനി മദീനയിൽ വന്ന് 17 മാസം കഴിഞ്ഞതിന് ശേഷം കഅബ ഷരീഫിലേക്ക് തിരിച്ച് നിസ്കരിക്കാൻ ഓർഡർ വരുന്നത് വരെയും സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിച്ച കഅബയാണത്, ഖിബിലയാണ്. ഈ ഖിബില ഒന്ന് നേരിൽ കാണണമല്ലോ എന്ന നിലക്ക് നേരിൽ കാണിക്കാൻ തന്നെ അല്ലാഹു തആല ഉദ്ദേശിച്ചു. ഇങ്ങനെ വിവിധ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ എത്തി നോക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം വരെ അല്ലാഹു തആല ഈ ലോകത്ത് അയച്ച മുഴുവൻ അംബിയാ മുർസലുകളും അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പക്ഷെ ഇവിടെ ഇബ്നു കസീർ ഹദീസുകൾ സംയോജിപ്പിച്ചുകൊണ്ട് സംശയം ഉന്നയിക്കുന്നുണ്ട്. ആദ്യം ഇവിടെ നിന്ന് ഒരുമിച്ച് കൂടി നിസ്കരിച്ചതിന് ശേഷം നബി തങ്ങൾ മിഅ്റാജിന് പോയതാണോ, അതല്ല മിഅ്റാജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണോ ബൈത്തുൽ മുഖദ്ദസിൽ അമ്പിയാക്കളും നബി തങ്ങളും ഒരുമിച്ച് കൂടിയത്? കൂടുതലും ഹദീസുകളെ കൊണ്ട് കിട്ടുന്നത് ആദ്യം അമ്പിയാക്കളുമായി ഒരുമിച്ച് കൂടി. അങ്ങനെ അമ്പിയാക്കൾ ഒരുമിച്ച് കൂടി അവരുമായി പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചർച്ച ചെയ്തു. പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ഹദീസുകൾ അത് വിശദമായി പറയുന്നുണ്ട്. ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഖിയാമത്ത് നാളിനെ പറ്റി, അത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന സാധനത്തിനെ കുറിച്ച് ചർച്ച നടന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, അതിനെ സംബന്ധിച്ചുള്ള വിവരം എൻ്റെ കയ്യിലില്ല. അപ്പോൾ മൂസ അലൈഹി സ്വലാം, കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നതിനെ സമയത്തെ പറ്റിയിട്ടുള്ള വിവരം എൻ്റെ പക്കലും ഇല്ല. ഉണ്ടാവുകയാണെങ്കിൽ അത് സംബന്ധമായി എന്തെങ്കിലും അറിയാവുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രമായിരിക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന സമയം എപ്പോഴാണെന്നൊന്നും എനിക്കും അറിയില്ല. പക്ഷേ ഖിയാമത്ത് നാൾ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് ഇറങ്ങി വരാൻ അനുമതി കിട്ടും. അങ്ങനെ ഞാൻ ഇറങ്ങി വന്ന് ഡമസ്കസിലാണ് ഇറങ്ങുക. മസ്ജിദ്
ഉമവിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകപ്രസിദ്ധമായ പള്ളി, അതിൻ്റെ വെള്ളമൊരാരത്തിനടുക്കാണ് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് നബി തങ്ങൾ ഇത് പറയുന്ന കാലത്ത് ഡമസ്കസ് മുഴുവനും ക്രിസ്ത്യാനികളാണ്. അവിടെ ഒരൊറ്റ മുസ്ലിമും ഇല്ല. തന്നെയല്ല, അവിടെ ഒരു മുസ്ലിം പള്ളിയുമില്ല. മറിച്ച് മേരി ചർച്ച് എന്ന പേരിൽ വലിയ ഒരു ക്രിസ്ത്യൻ ചർച്ച് അവിടെയുണ്ട്. അതല്ലാതെ അവിടെ അന്ന് പള്ളിയില്ല. പക്ഷേ പിന്നീട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള പടനായകന്മാരുടെ നേതൃത്വത്തിൽ രണ്ട് ഭാഗത്തു നിന്ന് ഡമസ്കസ് മുന്നേറുകയും പകുതി ഭാഗം യുദ്ധം ചെയ്ത് പിടികൂടുകയും ബാക്കി പകുതി ഭാഗം സന്ധിയിലൂടെ കരാറായി മുസ്ലിങ്ങൾക്ക് കീഴടങ്ങുകയും ചെയ്തു. അപ്പോൾ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതിൻ്റെ അവകാശം മുസ്ലിങ്ങൾക്കാണെന്നാണ് നിയമം. അതേ സമയത്ത് കരാറിലൂടെ സന്ധിയായാലോ അതാത് ആരുടെ കൈവശത്തിലുള്ള അവർക്കാണ് ഉടമ. അപ്പം ഇവിടെ എത്തുമ്പം ഈ മേരി ചർച്ചിന്റെ നേരെ സെന്ററിലാണ്, നേരെ നടുക്ക് പകുതി ഭാഗം കരാറിൽപ്പെട്ടു, പകുതി ഭാഗം പിടിച്ചെടുത്തതിലും പെട്ടു. നടുക്ക് ചുമര് വെച്ചു. മേരി ചർച്ചിന്റെ നടുക്ക് ചുമര് വെച്ചു. പിടിച്ചെടുത്ത ഭാഗം മുസ്ലിങ്ങൾ വള്ളിയാക്കി, മറ്റേ ഭാഗം നസ്രാനികൾ ചർച്ചുമാക്കി. കുറെ കാലം അങ്ങനെ ശാന്തമായി കൊണ്ടിരുന്നു. പിന്നീട് ഇവർ ശല്യം ചെയ്യാൻ തുടങ്ങി. ശല്യം ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഇവർ മണിയടിക്കുകയും കൊട്ടുകയും പാടുകയും ചെയ്യും. അത് വലിയ ശല്യമായി മാറി മുസ്ലിങ്ങൾക്ക്. ഒരു സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല. നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഇവരെ കൊട്ടും പാട്ടും. ഓരെ പുറത്താക്കാനും വയ്യല്ലോ. അന്ന് അബ്ദുൽ മലിക് ബിൻ മർവാനാണ് ഖലീഫ. ധീരനായ ഉമവി ഖലീഫമാരിൽ ഏറ്റവും പ്രശസ്തനായ ചക്രവർത്തിയാണ് അബ്ദുൽ മലിക് ബിൻ മർവാൻ. അബ്ദുൽ മലിക് ബിൻ മർവാൻ അവരുടെ പോപ്പിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നമ്മളെ കരാർ പ്രകാരം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. പകുതി ഭാഗം നിങ്ങളുടെ അവകാശമാണ്, ശരിവെച്ചു. ബാക്കി പകുതി ഭാഗം മുസ്ലിങ്ങളുടെ അവകാശം. മുസ്ലിങ്ങൾ 5 നേരത്തെ ഇബാദത്ത് ചെയ്യൂ. ഈ 5 നേരത്ത് നിങ്ങൾ അപ്പുറത്ത് കൊട്ടും പാട്ടും ശല്യം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ ഇബാദത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് 2-1 തീരുമാനിക്കാം. ഒരു പക്ഷേ അന്ന് സഹാബത്ത് ചെയ്ത കരാറിന് ഞങ്ങളിപ്പോൾ പിന്മാറാണ്. നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ വന്നോളിയാർ. അയാൾ പറഞ്ഞു, ഞങ്ങളോട് കഴിയൂല, അതിന് ഞങ്ങളില്ല. എന്നാ ഒരു കാര്യം ചെയ്തോളി, നിങ്ങൾ എന്താണോ ഇപ്പോഴത്തെ മാർക്കറ്റ് വില ഡമസ്കസിലെ, ആ വില ചോദിച്ചോളി, വില തരാറ്. അങ്ങനെ അവർ പറയുന്ന വില കൊടുത്ത് അബ്ദുൽ മലിക് ബിൻ മർവാൻ ആ ബാക്കി ചർച്ചിന്റെ ഭാഗം കാശ് കൊടുത്ത് വാങ്ങി മുസ്ലിങ്ങളുടേതാക്കിയതിന് ശേഷം വലിയ ജാമിഅ ഉമവി എന്ന പേരിൽ ലോകപ്രസിദ്ധമായ ജുമാഅത്ത് പള്ളിയായി. ഇപ്പോൾ അത് വെള്ള മുനാരമുള്ള വലിയ പള്ളിയാ. അതിനെപ്പറ്റി അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഡമസ്കത്തിലെ ജാമിഅയിലെ വെള്ളമുനാരത്തിൻ്റെ അരികിൽ 2 മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും. ഇതാ പറഞ്ഞ, ഞാനിങ്ങനെ ഡമസ്കസിൽ ഇറങ്ങി, എനിക്ക് ദജ്ജാലിനെ കൊല്ലാൻ അനുമതി ലഭിക്കും. അങ്ങനെ ദജ്ജാലിനെ കൊല്ലും. പിന്നീട് ഏത് സമയത്തും ഖിയാമത്ത് നാളുണ്ടാവാം. ഒരു പൂർണ്ണ ഗർഭിണി തൻ്റെ കുടുംബക്കാർ രാവിലെ പ്രസവിക്കും, രാത്രിയാവും, ഉച്ചക്കാകാം, രാവിലെ ആവാം എന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ഏത് സമയത്തും പിന്നെ വരാം, സമയം എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യഅ്ബദൂൻ. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ, കഴിഞ്ഞു പോയ അമ്പിയാക്കൾ, ആദം നബി അലൈഹി സ്വലാം തൊട്ടിട്ട് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം വരെയുള്ള അമ്പിയാക്കളോട് തങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു നോക്കി. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്ന ഒരുപാട് മുശ്രിക്കുകൾ ലോകത്തുണ്ടല്ലോ. എന്നാൽ ഏതെങ്കിലും ഒരു നബിക്ക് എപ്പോഴെങ്കിലും ഒരു വേദത്തിൽ ഇങ്ങനെ അള്ളാഹു അല്ലാതെ ഒരു വസ്തുവിനെ ആരാധിക്കാം എന്ന് പറഞ്ഞതായിട്ട് ഏതെങ്കിലും ഒരു നബിയോട് ചോദിക്കുക, അങ്ങനെ ഉണ്ടോന്ന്? അള്ളാഹിന്റെ റസൂലിന് അറിയാൻ ഉറപ്പാണില്ല. എന്നാലും അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ എന്ന നിലക്ക് ഇബ്നു അബ്ബാസിന്റെ റിവായത്തിൽ തന്നെ കാണാം, ഞാൻ ചോദിക്കുന്നില്ല, സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നില്ലെങ്കിലും
അള്ളാഹു അന്വേഷിക്കാൻ കൽപ്പിച്ചതല്ലേ എന്ന നിലക്ക് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടി ആ സ്ഥലത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയും അങ്ങനെ ഒരു അനുമതി ലോകത്ത് ആർക്കും നൽകിയിട്ടില്ല എന്ന് അമ്പിയാക്കൾ ഉത്തരം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ശേഷമാണ് നിസ്കരിക്കാനുള്ള സമയമായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് കൊടുത്തു. അമ്പിയാക്കളെല്ലാം സഫായി നിന്നു. ആരാണ് ഇമാമത്ത് നിൽക്കുക? എല്ലാവരും ബാപ്പ ആദം നബി അലൈഹി സ്വലാമുണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ, ബഹുഭൂരിപക്ഷം അമ്പിയാക്കന്മാരുടെയും ബാപ്പയായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാമുണ്ട്. ആർക്കും ഒന്നും അറിയില്ല. ഉടനെ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, തഖദ്ദം അൻത, നിങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി. എല്ലാ അമ്പിയാക്കളും മൗമൂമുകളായി 2 റക്അത്ത് നിസ്കരിച്ചു. ഇതെന്തിനാണ്? അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ഇമാമാണ്. അതാണ് ഇമാമുൽ അംബിയ വൽ മുർസലീന എന്ന് പറയുന്നത്. അംബിയ മുർസലുകളുടെ ഇമാമാണ് അക്ഷരാർത്ഥത്തിൽ. അത് നിസ്കാരത്തിൽ ഇമാമാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഇമാമ തന്നെയാണ്. ഈ ഇമാമത്ത് പ്രകടമാക്കാൻ വേണ്ടിയിട്ടും ആവശ്യമെങ്കിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കള് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആവശ്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളെ സഹായിക്കുമെന്ന് ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞിട്ട്, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്നഹു എന്ന് കരാർ ചെയ്യിച്ചിട്ടാണല്ലോ അല്ലാഹു തആല നബിമാർക്ക് നുബുവത്ത് കൊടുത്തത്. വിശ്വസിച്ചു കൊള്ളണമെന്നും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുത്തു കൊള്ളണമെന്നുമുള്ള കരാർ തന്നെ. വലവൈൻ തലാഹറ അലൈഹി വഇന്നല്ലാഹു വ മൗലാഹു വജിബ്രീഹു വസാലിഹുൽ മുഅ്മിനീൻ വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. ഇവിടെ സാലിഹുൽ മുഅ്മിനീൻ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്ന വ്യാഖ്യാനം അമ്പിയാക്കളും ഔലിയാക്കളും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായികളാണ്, അനുയായികളാണ്, മൗമൂമുകളാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇമാമായി നിസ്കരിച്ചു. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം 3 പാത്രം വെള്ളം ദാഹിക്കാൻ സമയത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് നല്ല ശുദ്ധജലം, ഒന്ന് നല്ല പാല്, മറ്റൊന്ന് മദ്യം. അക്കാലത്ത് മദ്യം ഹറാമായിട്ടില്ല. മദ്യം മദീനയിൽ വന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് മദ്യം ഹറാമായത്. ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷമാണ് മദ്യം ഹറാമാക്കുന്നത്. അപ്പോൾ ഒന്നെടുത്തോളാൻ പറഞ്ഞു. അല്ലാഹു തആലാന്റെ തൗഫീഖ് കൊണ്ട് അതിൽ നിന്നിട്ട് പാലിൻ്റെ ഗ്ലാസ് എടുത്തു, അത് കുടിച്ചു. പക്ഷേ ഒരു മര്യാദ ഉണ്ടല്ലോ, നമ്മളൊരു വിരുന്നൊക്കെ ചെന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു സദ്യയൊക്കെ കിട്ടി അത് അങ്ങനെ തന്നെ കഴിച്ചു പോരുക എന്നറിയണ ഒരു മര്യാദയല്ലല്ലോ. കുറച്ച് അന്നേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി, കുറച്ചവിടെ വെച്ച് ബാക്കി കുടിച്ചു. കുടിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്തർതൽ ഫിത്രത ലി ഉമ്മത്തിക, പാല് പ്രകൃതിപരമായ ഏറ്റവും ശുദ്ധമായ പാനീയമാണ്. അതുകൊണ്ട് നല്ല പ്രകൃതി ഞങ്ങളുടെ ഉമ്മത്തിന് തങ്ങൾ തിരഞ്ഞെടുത്തു. നേരെ മറിച്ച് മദ്യമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ തങ്ങളുടെ ഉമ്മത്ത് വഴികേടിലാകാൻ അത് കാരണമാകുമായിരുന്നു. വെള്ളമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ തങ്ങളുടെ ഉമ്മത്ത് തൂഫാന്റെ അപകടം കൊണ്ടിട്ട് ധാരാളമായി നാശനഷ്ടങ്ങൾ നിരന്തരം സംഭവിക്കുമായിരുന്നു. പക്ഷേ മുഴുവനും കുടിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ ഉമ്മത്ത് മുഴുവനും ഹിദായത്തിലാകുമായിരുന്നു. കുറച്ച് ബാക്കി വെച്ചത് കൊണ്ട് അതിൽ കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ നബി തങ്ങൾക്ക് സങ്കടമായി. ഋതു പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ്, അത് പോയി. അപ്പം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പോയ ബുറാഖ് ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സയിലേക്ക് കയറുന്നതിന് തൊട്ടുമുമ്പ് അമ്പിയാക്കന്മാർ സാധാരണ ബുറാഖിനെ കെട്ടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ തന്നെ കെട്ടി. ഇതിനെ കെട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല. കാരണം അസ്ബാബുമായിട്ട് താലൂക്ക് ചെയ്യാന്നാണ്. കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിനെതിരല്ല. തവക്കല്ല എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോയി, അതിന് സമയമില്ല നമുക്കിവിടെ. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖിനെ അവിടെ കെട്ടി മസ്ജിദുൽ അഖ്സയുടെ വെളിപ്പാടകലെയുള്ള സഹ്റത്ത് ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദു സഹ്റ എന്നാണ് അതിനിപ്പോൾ പറയുക. അത് ഈ അബ്ദുൽ മലിക് ബിൻ മർവാനാണ് ആ പള്ളി എടുത്തത്. മസ്ജിദുൽ അഖ്സ ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽക്കുള്ള പള്ളിയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം പുനർനിർമ്മാണം നടത്തി ഇസ്ലാമിലെ 3ാമത്തെ പള്ളിയെ അംഗീകരിക്കുന്ന ദിവസം. ഇന്ന് ലോകത്ത് അധിക കലണ്ടറുകളിലും പുറത്ത് മസ്ജിദുൽ അഖ്സ എന്ന പേരിൽ കാണുന്നത് മസ്ജിദു സഹ്റയാണ്. അത് ജൂതന്മാർ
ആസൂത്രിതമായി ചെയ്യുന്ന ഒരു ചതിയാണ്. മുസ്ലിങ്ങളുടെ മനസ്സിൽ മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ ആ നല്ല സ്വർണ്ണ കളറുള്ള വലിയ കുപ്പുള്ള ഒരു പള്ളി ഉണ്ടല്ലോ, സമചതുരത്തിലുള്ള മസ്ജിദുൽ അഖ്സ എന്ന് കേട്ടാൽ അത് മസ്ജിദുൽ അഖ്സ അല്ല, അത് മസ്ജിദു സഹറയാണ്. ഈ മസ്ജിദ് സഹറ ഒരു അത്ഭുത സഹറയാണ്. അത് പോയി കണ്ടോൽക്കേ അറിയുള്ളൂ. പുറത്ത് ഇങ്ങനെ ഒരു കുബ്ബ വെച്ചതിലുള്ള ഒരു പാറ, ആ പാറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ സ്ഥലമുണ്ട്. ഉള്ളിൽ കണ്ട് ഇറങ്ങി ചെന്ന ആ വിശാലമായ സൗകര്യം, അടിയിൽ ഭൂമിൻ്റെ അടിയിൽ വിശാലമായ സൗകര്യം, അതിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, എത്തിക്കാവിരിക്കാൻ സൗകര്യമുണ്ട്. തന്നെയല്ല അതിൻ്റെ ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ആമിറുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കൊല്ലങ്ങളോളം എത്തിക്കാവിരുന്ന സ്ഥലം ഇപ്പോഴും പ്രത്യേകം സംരക്ഷിച്ചിട്ടുണ്ട്. അത് പക്ഷേ അബ്ദുൽ മലിക് ബിൻ മർവാൻ എടുത്ത പള്ളിയാണത്, സഹാബത്തിന്റെ കാലത്തൂടെ ഇല്ല. ഇനി ഒരു തർക്കം വന്ന ഒരു അന്താരാഷ്ട്ര മധ്യസ്ഥന്മാർ വന്നാൽ ഇത് യഥാർത്ഥ മസ്ജിദുൽ അഖ്സ അവർക്ക് കിട്ടാനും, മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷത്തിനോട് ചോദിച്ചാൽ ഏതാ മസ്ജിദുൽ അഖ്സ ഇതാണെന്ന് അത് നമുക്ക് കിട്ടാനും, അങ്ങനെ മസ്ജിദുൽ അഖ്സ എന്നേക്കുമായി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണത്തിൽപ്പെട്ടതാണ്. മസ്ജിദുൽ അഖ്സ അവിടെ അല്ല, മസ്ജിദുൽ അഖ്സ പുറത്തുള്ളത്. അതാണെങ്കിലോ വിശാലമായ നീണ്ട് പരന്ന് കിടക്കുന്ന വലിയ പള്ളിയാണ്. അതാ പള്ളി. അവിടെ നിന്ന് പോകുന്ന ഈ സഹറയുടെ മുകളിലാണ് ഒരു കോടി വെച്ച്, അവിടുന്ന് പിന്നെ അങ്ങോട്ട് ബുറാക്കില്ല, ഇവിടെ വരെ ബുറാക്കുള്ളൂ. മേപ്പോട്ട് പോകുന്നത് ഒരു കോടി വെച്ചിട്ടാണ്. അപ്പം ഇപ്പോൾ കേൾക്കുന്നതായതുകൊണ്ട് ഒരുപാടുണ്ടെങ്കിലും നമ്മളെ ചരിത്രം തങ്ങളുടെ വഫാത്ത് വരെ ഓടിപ്പോകുമെങ്കിലും വേണ്ടേ, ഇനി സമയം കിട്ടൂല. അതുകൊണ്ട് ഞാൻ മേറാജ് ഇപ്പം പറയണില്ല. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ മേറാജ് വരുന്ന സമയത്ത് ഒരു ദിവസത്തെ ഒരു ഒറ്റ പരിപാടി ഒരു മേറാജ് നമുക്ക് നടത്തണം. അപ്പോൾ വിശദമായിട്ട് പറയാം. എന്നാലും പറയണല്ലോ പേരിനെങ്കിലും. അങ്ങനെ ഒരു പ്രത്യേക ലിഫ്റ്റ് ആണ്, ചവിട്ടിക്കേറി പോകുന്ന കോണിയല്ല. ഒരു പടിയിലേക്ക് കയറി നിന്നാൽ സെക്കൻഡ് കൊണ്ട് ആ പടി പൊങ്ങിപ്പോയി ഒന്നാം ആകാശത്തെത്തുന്നു. ഒന്നാം ആകാശത്തിന്റെ കവാടത്തിലെത്തുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നു. വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ മന്നൻത, നിങ്ങൾ ആരാണ്? അന ജിബ്രീലു ഓം മാക്ക, നിങ്ങളുടെ കൂടെ ആരുണ്ട്? മായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ ഉർസില ഇലൈഹി, നബി തങ്ങൾക്ക് മേറാജിനുള്ള സമയമായോ എന്ന് പറഞ്ഞാൽ എല്ലാ ആകാശത്തിലും നബി തങ്ങൾക്ക് ഇങ്ങനെ ഒരു മേറാജ് ഉണ്ടെന്നും ഇവിടെ വരുമെന്നും സന്ദർശിക്കുമെന്നുള്ള ന്യൂസ് ഉണ്ട്. പക്ഷെ എപ്പോഴാണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് പാറാകാരൻ ചോദിക്കുന്നത് അവ ഉർസിലയിലേക്ക് റസൂലായോ എന്നല്ല, ഇങ്ങോട്ട് വരാനുള്ള ഓർഡർ കിട്ടി വെച്ച്. അങ്ങനെ വാതിൽ തുറന്ന് സ്വാഗതം പറഞ്ഞു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ ധാരാളം ധാരാളം മലായിക്കത്തും മോമിനീങ്ങളുടെ അർവാഹും ഒക്കെ. അവിടെ പിന്നെ ആകാശത്തിലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, അതൊന്നും ഇപ്പം പറയണില്ല. അത് കഴിഞ്ഞ് രണ്ടാം ആകാശത്തിൽ പോയി അവിടെ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സക്കരിയ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. മൂന്നാം ആകാശത്ത് പോയി നോക്കുമ്പോൾ അവിടെയാണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. നാലാം ആകാശത്ത് ചെന്നപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അഞ്ചാം ആകാശത്ത് ചെന്നപ്പം മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആറാം ആകാശത്ത് ചെന്നപ്പോൾ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഏഴാം ആകാശത്ത് ചെന്നപ്പോൾ കഅബത്തിന്റെ നേരെ അതേ സ്ഥാനത്ത് ഏഴാം ആകാശത്തിന്റെ മുകളിൽ ബൈത്തുൽ മാമൂർ എന്നൊരു കഅബയുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട സാറ ബീവിയും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രായപൂർത്തി എത്തുന്നതിന് മുഴുവൻ മരിച്ചുപോയ ചെറിയ മക്കളുടെ അർവാഹികളെ മുഴുവനും അവിടെ ഒരുമിച്ച് കൂട്ടുകയും. കുറേ കാലം മക്കളില്ലാതെ കളിച്ചതല്ലേ, അവസാനം കുറേ കുട്ടികളുണ്ടായെങ്കിലും ഈ മക്കളെ കളിപ്പിക്കൽ അപ്പർക്കിലുണ്ടാകും കാര്യമായ പണി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും സാറാ ബീവിക്കും ഈ മക്കൾ മുഴുവനും അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ അർവാഹികൾ ബൈത്തുൽ മാമൂർ ഒരു ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കണ്ടത് ഇബ്രാഹിം നബി. അപ്പോൾ ഒരു ദിവസം 70,000 മലായിക്കത്ത് നിസ്കരിക്കാനും തവാഫിനും വേണ്ടി അവിടെ വരുന്നു. പിന്നീട് ഖിയാമത്ത് നാൾ വരെ ആ മലക്ക് വരുന്നില്ല. അങ്ങനെ ഈ ലോകം പടച്ച അന്ന് മുതൽക്ക് ഓരോ ദിവസം 70,000 മലക്കുകൾ അവിടെ ഒന്ന് തവാഫ് ചെയ്തു പോകുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഏഴാം ആകാശം കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തഹ വരെ എത്തി. സിദ്റത്തുൽ മുന്തഹന്റെ പ്രത്യേകത, ഈ ഭൂമി ലോകത്ത് നിന്ന് മേപ്പോട്ട് പോകുന്ന മലക്കുൾപ്പെടെയുള്ള ആർക്കും അവിടെ വരെ എത്താനേ പാടുള്ളൂ, അവിടെ മേപ്പോട്ട് പോകാൻ പറ്റൂല. അതേസമയത്ത് അർശ് മുതൽക്ക് കീപ്പോട്ട് വരുന്നവർക്കും അവിടെ വരെ എത്താം, അവിടെ നിന്ന് കീപ്പോട്ട് വരാൻ പറ്റൂല. അവിടെ ഒരു വഴി തിരിച്ചു വിടുന്ന ടേണിംഗ് പോയിന്റാ. ഇവിടെ നിന്നാണ് പോകണമല്ലോ അവിടെ വെക്കുക, അവിടെ നിന്ന് ഇവിടെ വരണം. അതുകൊണ്ട് സിദ്റത്തുൽ മുന്തഹ
സിദ്റത്തുൽ മുൻതഹയെ പറ്റി ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ഭുതങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വർണ്ണിക്കാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്കും കഴിയില്ല. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോവുകയാണെങ്കിൽ മിറാജ് പിന്നീട് ഒരിക്കൽ പറയാം എന്ന വാക്കോടുകൂടി. ഏതായാലും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച പ്രത്യേക സ്ഥലത്തെത്തി. അത്രേ ഹദീസിലുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ച ഒരു പ്രത്യേക സ്ഥലത്തെത്തി. അള്ളാഹുവിൻ്റെ ഖലാകൾ ലോഹുൽ മഹ്ഫൂദിൽ കലം കൊണ്ട് എഴുതുന്നതിന് ശബ്ദം കേൾക്കുന്ന ഇലാ മുസ്തവൻ യസ്മഉ ഫീഹി സരീഫ് അഖ്ലാബ്. ഈ മലായിക്കത്ത് അള്ളാഹുവിൻ്റെ ഖലാ ഖദറിനെ ലോഹുൽ മഹ്ഫൂദിൽ എഴുതുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു പ്രത്യേക മേഖല വരെ എത്തി. സിദ്റത്തുൽ മുൻതഹ വിട്ട് അങ്ങോട്ട് പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനും പ്രവേശനമില്ല. ഉമർ ഖാദിയ കാര്യം വിശദമായി കവിതയിലൊക്കെ പറഞ്ഞതൊക്കെ വിശദമായി പറയേണ്ട വിഷയങ്ങളാണ്. എന്ന് തുടങ്ങിയിട്ട് ബഹ്റുന്നൂർ എന്ന് പറയുന്ന ഈ ബൈത്തുൽ മഅമൂറിന്റെ കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹ വിട്ടിട്ട് ബഹ്റുന്നൂർ എന്നൊരു പ്രദേശത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമോട് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് പോരാൻ പറ്റൂല, കാരണം ഇവിടെ നിന്നുള്ള അനുമതി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലം എവിടെയോ അവിടെയൊക്കെ പോയി അള്ളാഹുമായി നേരിട്ട് മുനാജാത്ത് ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ അള്ളാഹുവിനെ ഈ ലോകത്ത് വെച്ച് കണ്ട ഏക വ്യക്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് കണ്ണുകൊണ്ടാണോ കണ്ടത്, കൽബ് കൊണ്ടാണോ കണ്ടത് എന്ന് സ്വഹാബത്തിനിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായം കണ്ണുകൊണ്ടും കൽബ് കൊണ്ടും ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? മാ സാഗൽ ഫുആദ് വമാ തഗാ, മാ സാഗൽ ബസറു വമാ തഗാ. കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് തുരിസിനയിൽ വെച്ച് അല്ലാഹു തആലാന്റെ നൂർ തജല്ലി ഉണ്ടായപ്പോ ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ വഖറ മൂസ സൈഖ. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നൂർ തജല്ലി കണ്ടു. നിങ്ങൾ നിഷേധിക്കുകയും വേണ്ട, ഖുർആൻ പറഞ്ഞതാ. കണ്ടപ്പോൾ പക്ഷെ എന്തുണ്ടായി? ഖറ മൂസ സൈഖ, പർവ്വതം തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ബോധരഹിതനായി വിടും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, മാ സാഗൽ ബസറു വമാ തഗാ. തങ്ങളുടെ കണ്ണിന് ഇടർച്ച പറ്റുകയോ അതിര് വിടുകയോ ഒന്നും ഉണ്ടായില്ല, ഉറച്ചു നിന്ന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്രാ സൂറത്തിന്റെ തുടക്കത്തിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറയണേ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇവിടെ വലിയൊരു ഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇന്നഹു, എൻ്റെ അബുദാവുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുവസ് സമീഉ, അല്ലാഹുവിൽ നിന്നിട്ട് എല്ലാം സൂക്ഷ്മമായി കേട്ടത് അവർ മാത്രമാണ്. അൽ ബസീർ, അല്ലാഹുവിനെ നേരിൽ കണ്ടതും തങ്ങൾ മാത്രമാണ്. ഹസ്ർ ചെയ്തിട്ട് കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ കലാമ് കേട്ടിട്ടുണ്ട്, പക്ഷേ അസ്സമീഅ എന്ന് പറയാൻ പറ്റൂല. അതേ സമയത്ത് അൽ ബസീർ എന്ന് പറയാൻ മൂസാ നബിയിലേക്ക് കാവൂല, കാരണം ഫഖറ മൂസ സൈഖ. അപ്പൊ അല്ലാഹു തആലയിൽ നിന്ന് നേരിട്ട് കേൾക്കാനും നേരിട്ട് റബ്ബിനെ കാണാനും ഭാഗ്യം ലഭിച്ച ഏക അടിമ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അങ്ങനെ 50 നിസ്കാരം, 50 വക്തല്ല, 50 നിസ്കാരമൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണമാണല്ലോ. 50 നിസ്കാരം നിർബന്ധമാക്കി സന്തോഷത്തോടു കൂടി പോരുകയാണ്. പോരുന്ന സമയത്ത് 6-ാം ആകാശത്തെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു എന്താ കിട്ടിയത് എന്ന്. അതിന് മുമ്പ് 7-ാം ആകാശത്തിൽ ആരുണ്ട്? ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ട്. മുമ്പ് ചോദിച്ചിട്ടില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇരുന്ന 7 ആകാശം കണ്ടോവർ എന്ന് പറഞ്ഞേക്കും. മൂപ്പർക്ക് മേറാജ് ഇങ്ങനെ ഉണ്ടായതാ. കദാലിക ഒരു ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ്. ഇരുന്ന് തന്നെ ലോകങ്ങളുടെ അദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത മേറാജിനെ വിളിച്ചിട്ടില്ല. അതേസമയത്ത് അള്ളാഹുവിനോട് മുനാജാത്തിന് വിളിച്ച് മൂസാ നബിയാ. മൂസാ നബിനെ മുനാജാത്തിന് വിളിച്ചിട്ട് പോരുമ്പോൾ 2 നേരത്തെ നിസ്കാരം കൊടുത്തു. ഈ 2 നേരത്തെ നിസ്കാരം സ്വീകരിപ്പിക്കാൻ വേണ്ടി തൂരിസിനാമല തലക്ക് മുകളിൽ പറിച്ചിട്ടൊരു കൊട പോലെ നിർത്തിയിട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ തലയിലിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് നിസ്കരിപ്പിച്ചത്. ഇതറിയുന്ന മൂസാ നബി ചൂടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കാണുമ്പോൾ പേടി ഉണ്ടാവൂലേ? നബി തങ്ങൾ ഈസി ആയിട്ട് പറഞ്ഞു എന്താ കിട്ടി വെച്ചാൽ ഒരു 50 നിസ്കാരം എന്ന്. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹി സ്വലാം
ഇന്ന ഉമ്മത്തക ലാ തുതീഖു ദാലിക ഇന്നി അലദ്തു ബനി ഇസ്രായേൽ അശദ്ദൽ മുആലജ ഫീ സ്വലാത്തൈൻ. 2 നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബനി ഇസ്രായേൽക്കാരെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ല. എന്നിട്ട് ഞാൻ വിജയിച്ചിട്ടില്ല. പിന്നെ ഈ 50 നിസ്കാരമായിട്ട് പോയിട്ട് നബിക്ക് കഴിയൂല എന്ന് പറഞ്ഞിട്ടില്ല. തങ്ങളോട് കഴിയും, 50 500 ആയാലും കഴിയും, പക്ഷേ ഉമ്മത്തിന് കഴിയൂല അറിഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിപ്പോയി. അങ്ങനെ പോയി 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 മബൈന റബ്ബിൻ വൽ കലീമി തറദ്ദദ തഖ്ഫീഫ മഫറൂദിൻ അലൈഹി തശദ്ദദ 50 നഹ്വൽ 5 ഹത്താ ഹുദ്ദിദ ഇദ് ജാ യുകല്ലിമു റബ്ബഹു തക്ലീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പോവും 5 കുറച്ച് കൊടുക്കും, 5 കുറച്ച് കൊടുക്കും, വരും. സാനിബി പറയും പറ്റൂല അറി, പിന്നെയും പോവും. അങ്ങനെ 9 പ്രാവശ്യം പോയി. ഇതിന് പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഇല്ലേന്. അള്ളാഹുവിനെ തനിക്കോ കാണാൻ ശരിക്കും കഴിഞ്ഞില്ല, എന്നാ കണ്ടോരെ കാണുന്ന ഒരു സന്തോഷമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാവശ്യം അള്ളാഹുവിനെ കാണട്ടെ, കൂടുതൽ കൂടുതൽ പ്രാവശ്യം അള്ളാഹു തആലാന്റെ കലാമ് കേൾക്കട്ടെ, അക്കേട്ടിയും കണ്ടയാളെ എനിക്ക് കാണാലോ. അങ്ങനെ ഒരു ആഗ്രഹവും കൂടി അള്ളാഹു തആല കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു എന്നാണ്. തന്നെയല്ല, ഉമ്മത്തിനോടുള്ള വലിയ സ്നേഹമുള്ള ആളുമാണ്. ഈ ഉമ്മത്തിനോട് വലിയ സ്നേഹമുണ്ടെന്ന് മാത്രമല്ല, ഇജ്അൽനി മിൻ ഉമ്മത്തി അഹ്മദ്, അള്ളാഹു തആലാനോട് ദുആ ചെയ്ത ആളാണ്. നബിയെ, അള്ളാഹുവേ, ആ അഹ്മദ് എന്ന നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാക്കി തരണേ എന്നെ എന്ന് ദുആ ചെയ്ത. അപ്പൊ ഈ ഉമ്മത്തിനോടുള്ള കാര്യം 5 കുറച്ചു. ഏതായാലും ആട്ടെ, അത് സ്വീകരിച്ചത് കൊണ്ട് അള്ളാഹു തആല പറഞ്ഞു 50ന്റെ പ്രതിഫലം 5 ഞാൻ തരും. മാത്രമല്ല, ഏതൊരു സാലിഹായ അമൽ ചെയ്താലും 1 10 കൂലി തരും. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രതിബന്ധം കാരണം ചെയ്യാതിരുന്നാലും 1 കൂലി തരും. ഒരു തിന്മ ചെയ്താൽ 1 ശിക്ഷയെ തരൂ. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും എന്നെ ഭയപ്പെട്ടത് ഉപേക്ഷിക്കുകയും ചെയ്താൽ അതിനും 1 ഹസനത്ത് തരും എന്ന് പറയുകയും, അതുപോലെ തന്നെ ആമന റസൂലു കൊണ്ട് തുടങ്ങുന്ന അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തും ഇവിടെ വെച്ചിറക്കി കൊടുത്തു. അതും കൊണ്ട് വന്നു, ബൈത്തുൽ മുഖദ്ദസിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബുറാഖിന്റെ പുറത്തേറി മക്കത്ത് വന്നു. നേരത്തെ താമസിച്ചിരുന്ന ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നു അന്ന് രാത്രി ഉണ്ടായിരുന്നത്. അവിടെ ചെന്നു. രാവിലെ സുബ്ഹിയായി. ഇപ്പം തന്നെ പറയാൻ സഭയിലെ സമയം ഒരുപാട് അധികമായിപ്പോയിന്. ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ച് ഭാഗങ്ങൾ തുടർന്ന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുക പറയണം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.